ഇപ്പോൾ സംവിധായകൻ പ്രവീൺ നാരായണൻ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ പ്രവീൺ. ഇതിപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം തന്നെ സെൻസർ ബോർഡ് അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ സന്തോഷം ആയിരിക്കുമെന്നറിയാം. എന്താണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു വികാരം? എന്താണ്? എപ്പോഴാണ് ചിത്രം പ്രദർശനത്തിന് എത്തുക? സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. കാരണം വലിയൊരു കടമ്പയായിരുന്നു. അതിന്റെ പ്രഷറിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ. അത് തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. കാരണം ഇതിന്റെ കൂട്ടത്തിൽ നിന്നവരാണ് എല്ലാവരും. ഒരുപാട് ഫോൺ വിളിയും കാര്യങ്ങളും എല്ലാവരുടെയും പിന്തുണ ഒരുപാടുണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടെ ഒരു പ്രാർത്ഥന ഉണ്ട് ഇതിന്റെ പിന്നിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിനിമയ്ക്ക് ഇതുപോലെ ഒരു പ്രശ്നം, ഒരു വെല്ലുവിളി നേരിടേണ്ടി വരുമ്പോൾ അതെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു പേരിടുമ്പോൾ ഇതുപോലെ ഒരു പൊല്ലാപ്പാകും ഇതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ ചർച്ചകൾ ഈ ഒരു പോയിന്റ് വേണോ, ഈ ഒരു സംഭാഷണം ഇവിടെ വേണോ, അത് പ്രശ്നമാകുമോ? പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് ഈ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയൊക്കെ ആവാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ ഇതുപോലൊരു പൊല്ലാപ്പാകും എന്നുള്ളത്? ഞാൻ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല കാര്യങ്ങളെ പറ്റി എഴുതുന്ന സമയത്ത് ഒരുപാട് ചിന്തിക്കുകയും, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ സിനിമ എഴുതുന്ന സമയത്ത് എൻ്റെ കൂടെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ജയ് വിഷ്ണു, മുഹമ്മദ് മുനീറിക്ക, അല്ലെങ്കിൽ നമ്മുടെ വിഷ്ണു വംശ. അപ്പം എല്ലാവരോടും ഇത് ചർച്ച ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മളുടെ അല്ലാതുള്ള കാര്യങ്ങൾ നമ്മൾ പലതവണ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ മെറിറ്റും ഡിമെറിറ്റുകളും ഡയലോഗുകളും എല്ലാം. ഒരിക്കൽ പോലും പേരിനെ പറ്റി ആരും ഒരിടത്തും ഒരു തവണ പോലും ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അതെ, ഏതായാലും നമ്മൾ കേരളം മുഴുവൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇന്നിപ്പോൾ സിനിമയ്ക്ക് പ്രദർശനത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നു. സെൻസർ ബോർഡിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്നായി ചിത്രം എല്ലാവരും കാണട്ടെ. ഓൾ ദ ബെസ്റ്റ്. സിനിമയുടെ പുതിയ പതിപ്പിലെ മാറ്റങ്ങൾ CBFC അംഗീകരിച്ചു എന്നുള്ള വിവരമാണ് YS അഭിനന്ദ നമുക്ക് പങ്കുവച്ചത്. സംവിധായകനും നമുക്കൊപ്പം ചേരുകയായിരുന്നു.